അതെ. എല്ലാവർക്കും നമ്മളിപ്പോൾ ഓണത്തിന്റെ ഫസ്റ്റ് പരിപാടിയായിട്ടുള്ള ഡ്രസ്സ് എടുക്കാൻ പോവാണ്. അപ്പോൾ ഞാനും ഗൗരി ചേച്ചിയും കൂടാണ് പോകുന്നത്. ഓക്കെ, ചേച്ചിക്ക് എരമിൻ്റെ എടുക്കാൻ പോയതാണ്. ചേച്ചി അപ്പോൾ ഏതായാലും നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ആദ്യം അപ്പച്ചി വീട്ടിൽ പോകും. അത് കഴിഞ്ഞിട്ട് അവിടുന്ന് നമ്മൾ ഡ്രസ്സ് എടുക്കുന്ന സ്ഥലത്തോട്ട്. അപ്പോൾ ഏതായാലും നമ്മൾ ഇപ്പം ഇവർക്ക് തുണി എടുക്കാൻ വന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് ആ കാണുന്ന CMS കോളേജാണ്. അതിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള മിലാന എന്ന് പറയുന്നൊരു തുണിക്കടയിലാണ്. ഓക്കെ, ഒരു ചേച്ചി എന്നെ എടുക്കുന്നത്. ചേച്ചി എന്നെ എടുക്കുന്നത് ഒരു പിടിയില്ല. ചെല്ലുക, കാണുക, ഇഷ്ടപ്പെടുക, എടുക്കുക. നമ്മൾ എത്ര നേരം വെയിറ്റ് ചെയ്യേണ്ടി വരും? 1 മണിക്കൂർ. ഒരു പെട്ടെന്ന് എടുക്കുമോ? 1 മണിക്കൂർ എടുക്കും. ശരി, ആ പോക്ക് കണ്ടിട്ട് 1 മണിക്കൂർ എടുക്കുമെന്ന് തോന്നുന്നു. ഇതിലൊന്നും ഉറപ്പിക്കാവോ? ഇതിലേലും തൊട്ടേ പച്ചയും കൂടെ നോക്കിയിട്ട് പറയാം. ഇപ്പം ഗൗരി ചേച്ചിയും ചക്കി ചേച്ചിയും എടുത്തു കഴിഞ്ഞു. ഇനി അപ്പച്ചി എടുക്കണം. അയ്യോ തുറക്കല്ലേ. ഇത് വേണോ? ഓക്കെ ഗൈസ്, അപ്പോൾ എനിക്ക് എടുക്കാതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൈസ്, ഞാൻ പോലും അറിയാതെ ഞാൻ എടുത്തു ഗൈസ്. ഓക്കെ, ഇന്നലെ രാത്രി ഇതേ ചിറ്റപ്പനും അപ്പച്ചിയും കൂടെ പോയി എനിക്കെടുത്ത്. അപ്പം പിന്നെ ഞാൻ ഇനി എടുക്കേണ്ട കാര്യമില്ല, അത് കാരണം ഞാൻ എടുക്കുന്നില്ല. ഓക്കെ, ഞാൻ ഇതുവരെ എൻ്റെ ഉടുപ്പും കണ്ടിട്ടില്ല, ഞാൻ പോലും കണ്ടിട്ടില്ല എൻ്റെ ഉടുപ്പ്. ഓക്കെ, ഇവർക്കറിയാം അല്ലേ അപ്പച്ചി? ഞാൻ പോലും അറിയാതെ എനിക്ക് അപ്പച്ചി ഉടുപ്പ് എടുത്തു ഇല്ലേ? അല്ല, അപ്പച്ചില്ല, ആദർശനാണ് ഗൈസ് എടുത്തത്. ആദർശൻ ആരാ നിങ്ങൾക്ക് അറിയാലോ, കാരണം ചേട്ടൻ ബുദ്ധിമാണ് ഗൈസ്. അപ്പം നമ്മളേതായാലും ഗൗരി ചേച്ചിക്കും ചക്കി ചേച്ചിക്കും അപ്പച്ചിക്കും ഉടുപ്പെടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ പോകുന്നത് വീട്ടിലെ മുതിർന്നവർക്കൊക്കെ ഉടുപ്പെടുക്കാനാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ പെട്ടിരിക്കുകയാണ് ഗൈസ്. ഇവിടെ മൊത്തം ബ്ലോക്കാണ്, നമ്മൾ കുറേ നേരമായിട്ട് ബ്ലോക്കിൽ പെട്ടിരിക്കുകയാണ്. ഓക്കെ, ഇതേതാണ് സ്ഥലം എന്ന് വെച്ച് കഴിഞ്ഞാൽ തിരുനക്കര മൈതാനം. ഇനിയിപ്പോൾ വൈകിട്ട് നമുക്ക് കുറേ പരിപാടി ഉണ്ട്. വൈകിട്ട് എന്നൊക്കെ പരിപാടി ഉണ്ട് ഗൗരി ചേച്ചി? നാളെ പൂ റെഡിയാക്കണം ഞാൻ പറഞ്ഞു. പിന്നെ എന്തിനാ ചോദിച്ചേ? ഗൗരി ചേച്ചി ഒരു ഡിസൈൻ ചോക്ക് മേടിക്കണം. ചേച്ചി ഒരു ഡിസൈൻ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് അപ്പച്ചി. എന്റെ ഫോണിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. കുഴപ്പമില്ല, നോ ഷൂസ്. പിന്നെ നമുക്ക് വേറെ പൂ അരിഞ്ഞിടണം. പിന്നെ രാവിലെ കുറെ നാളെ ഫുള്ള് നമുക്ക് ഓണത്താങ്ക് ഗൈസ് സെറ്റുണ്ട്. മറിയ തലമാറ്റിക്ക് വണ്ടി കിട്ടുന്നില്ല. ഓയ്യോ, ഇതുപോലൊരു വണ്ടി നമ്മുടെ വീട്ടിൽ കിടക്കണം അല്ല ചിറ്റപ്പാ? നമ്മൾ കാർ സക്സസ്ഫുള്ളി പാർക്ക് ആക്കിയിട്ടുണ്ട്. നമ്മൾ ലക്ഷ്മി സിൽക്സിലോട്ട് കയറുവാണ്. ഗൈസ്, നമ്മളിപ്പോൾ ഉള്ളത് ലക്ഷ്മി സിൽക്സിലാണ്. ഇവിടെ മൊത്തം തിരക്കാണ്, ഫുള്ള് തിരക്കാണ്, നല്ല തിരക്കുണ്ട്. ഹാപ്പി ആണോ? ഹാപ്പി ആണോ? എങ്കിൽ നമ്മളോടൊന്നും പറഞ്ഞില്ല കേട്ടോ. വർഷത്തിൽ ഒരിക്കലല്ലേ വരുന്നു. ഇപ്പൊ ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ കഴിച്ച് ബില്ലടിക്കാൻ വേണ്ടി പോവാണ്. ഹേഗസ്, അപ്പോൾ ഏതെല്ലാം നമ്മൾ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞിട്ട് വീട്ടിൽ എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ മുടി വെട്ടാൻ പോവാണ് ഗൈസ്. മുടി വെട്ടിയിട്ട് കാണാം. ഹേഗസ്, അപ്പോൾ നമ്മളേതായാലും മറ്റേ മുടി വെട്ടുകടയിൽ വന്ന് മുടിയൊക്കെ വെട്ടിയിട്ടുണ്ട്. ഇവിടെ അത്തപ്പൂക്കളൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ വെട്ടി കളഞ്ഞപ്പോഴത്തേക്കും കടയും അടച്ചിട്ടുണ്ട്. ഓക്കെ, ഞാൻ മുടി വെട്ടിയത് ഇങ്ങനെയാണ് ഗൈസ്. പിന്നെ ചേട്ടനും മുടി വെട്ടിയിട്ടുണ്ട്. ഞാനും ചേട്ടനും കൂടാണ് മുടി വെട്ടാൻ വന്നത്. ഇനിയിപ്പോൾ അവർ വന്നല്ലോ. ഹേഗസ്, അപ്പം നമ്മൾ ഏതായാലും വീട്ടിലെത്തിയിട്ടുണ്ട്. ഓക്കെ, വീട്ടിലെത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് പരിപാടി ഉണ്ട് ഗൈസ്. ഓക്കെ, ആദ്യം തന്നെ നാളത്തേക്ക് നമ്മുടെ ക്യാമറ
കുത്തിയിട്ടിട്ടുണ്ട്. എൻ്റെ ക്യാമറ ഇട്ടിട്ടുണ്ട്. പിന്നെ മൈക്കും ചാർജറും റിസീവറും എല്ലാം കുത്തിയിട്ടിട്ടുണ്ട്. പക്ഷെ ചാർജർ തന്നെ കുത്തിയിടുന്നത്. ഓക്കെ, ഇനി നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പൂവൊക്കെ കട്ട് ചെയ്ത് പൂക്കളൊക്കെ സെറ്റ് ചെയ്യാനായിരുന്നു. പക്ഷെ മഴ എതിച്ച് ഗൈസ്, പുറത്ത് നല്ല കിടില മഴ. മഴ ഇപ്പോൾ കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഏതായാലും നമുക്കിനി മാവില പറിക്കാൻ പോകണം പുറയിൽ. അപ്പോൾ അതേലും നടക്കട്ടെ ഗൈസ്. ഓക്കെ, മാവില പറിച്ചിട്ട് നമുക്കത് അരച്ച് മിക്സിയിലിട്ട് പച്ച കളറാക്കണം. ഓക്കെ, അപ്പോൾ മാവില പറിക്കാൻ പോകുമ്പോൾ ഗൈസ്, അപ്പോൾ ഏതായാലും നമ്മൾ മാവില പറിക്കാൻ പോവാണ്. ഓക്കെ, എന്നെ കാണാൻ എനിക്ക്. ഓക്കെ, മാവില പറിച്ചിട്ട് നമുക്ക് അത് മിക്സിയിലിട്ട് അരയ്ക്കണം. ഒരു ചേച്ചി വാ ാണ് പറിക്കാം ഗൈസ്. അപ്പോൾ നമ്മളിത് ഇത്ര മാവല പറിച്ചിട്ടുണ്ട്. നമ്മളെല്ലാവരും വട്ടത്തിരുന്ന് മാവല കയറുവാണ്. ഗൈസ്, അപ്പോൾ ഏതായാലും നമ്മൾ അരച്ച സാധനം ഒരു ന്യൂസ് പേപ്പറിലോട്ടിട്ട് അല്ലേ ഒരു ചേച്ചി? അതെ, നാളത്തെ പ്ലാനൊക്കെ എടുക്കണ്ടേ? പ്ലാൻ ഒന്നും ആയിട്ടില്ല, എല്ലാം ഇന്ന് രാത്രിയോടെ സെറ്റാവും. കൊടുത്തേ അത്യാവശ്യം വലുതാ. അത്തപ്പൂക്കളത്തിന്റെ ഫോട്ടോ ഉണ്ട്. ഹേ ഗൈസ്, അപ്പോൾ നമ്മൾ ഓണമായിട്ട് രാവിലെ ഇവിടെ ഒരാളിരുന്ന് മൈലാഞ്ചി നോക്കുന്നു, ഒരാളവിടെ ഗ്രാമ്പു കൊടുക്കാൻ പോയി, ഒരാളിതേ ഗെയിം കളിക്കുന്നു, ചേട്ടൻ്റെ TV കാണുന്നു, ഞാനാണെങ്കിൽ ഇങ്ങനെ വ്ളോഗ് എടുക്കുന്നു. അപ്പോൾ നമ്മൾ രാവിലെ എണീറ്റിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ആദ്യത്തെ പരിപാടി ഇവിടുത്തെ സാധനങ്ങളെല്ലാം മാറ്റണം. ഹേ ഗൈസ്, അപ്പോൾ ഏതായാലും നമ്മൾ രാവിലെ തന്നെ എങ്ങനെയുണ്ട്? അടിപൊളി സെറ്റ് കേൾക്കണോ? എന്നിട്ട് പാൻറ് മാറ്റി മുണ്ട് കൊടുത്തിട്ട് ഓക്കെ. ഹേ ഗൈസ്, അപ്പോൾ അവിടെ ഏതായാലും ഓണം മറ്റേ അത്തപ്പൂക്കളിടാനുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ അമ്പലത്തിൽ പോവാണ് ഗൈസ്. ഓക്കെ, ഏകദേശം അപ്പോൾ നമ്മളേതായാലും അമ്പലത്തിൽ തൊഴുതിറങ്ങിയിട്ടുണ്ട്. നമുക്ക് പോയി പ്രദക്ഷിണം വെക്കാം. ഏകദേശം നമ്മളിപ്പോൾ അമ്പലത്തിൽ നിന്ന് തൊഴുതിറങ്ങിയിട്ടുണ്ട്. ഏകദേശം അപ്പോൾ ഞാൻ റെഡി ആയിട്ടുണ്ട്. ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. ഓക്കെ, ഒരു പിങ്ക് അല്ലേ, ഏതൊരു കളറ് ഷർട്ട്, പിന്നെ അതെ മുണ്ട്. ഇതിൻ്റെ കളർ പറ്റിയോ? ഇല്ല, ഇതിൻ്റെ ഞാൻ പേടിച്ചു പോയി. ഇതിൻ്റെ കളർ പറ്റിയോ ഗൈസ്? അപ്പോൾ ഏതായാലും നമുക്ക് ഈ ഇന്നലെ വെട്ടിവെച്ച നമ്മുടെ മാവില നമുക്ക് അപ്പുറത്തോട്ട് കൊണ്ടുവെക്കാം. അയ്യോ, ഇത് പൂവെന്തോ ഒറ്റ കൈ പിടിച്ച. എനിക്കൊന്നും ശീലമില്ല ഗൈസ്, ശീലിച്ച് വരണം. ഓക്കെ, അപ്പുറം ഇരുന്ന ചാരിയാസയുടെ അടുത്ത് ഇങ്ങോട്ട് ഇട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അവിടെ നമുക്കിനി വട്ടം വരയ്ക്കണം. വട്ടം വരച്ചിട്ട് അയ്യോ തഴപ്പ് അയ്യോ ചെറുതായിട്ട് ഈ സാധനം താഴെ പോയിട്ടുണ്ട്. അത് നമുക്ക് തൂത്തെടുക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ താഴെ വീണെല്ലാം നമ്മൾ തൂത്തെടുത്തിട്ടുണ്ട്. നമുക്ക് ഇവിടെ കൊണ്ടുവെക്കാം. നീ താഴെ പോയി എന്നെ കൊണ്ട് എടുക്കാൻ പറ്റില്ല. ഞാൻ വേറെ പോലെ അത് വേറെയാ. നമ്മൾ അത്തപ്പൂക്കളം വരച്ചു വെച്ചിട്ടുണ്ട്. ക്യാമറ എടുത്തുണ്ടോ? ക്യാമറ എടുത്തുണ്ടോ? അപ്പോൾ നമ്മൾ ഏതായാലും പൂവെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് അത്തപ്പൂക്കൾ ഇട്ട് തുടങ്ങാം. ഇപ്പൊ നമ്മുടെ അത്തപ്പൂക്കളം ഇവിടം വരെ ആയിട്ടുണ്ട്. ഓക്കെ, ഞങ്ങളെല്ലാവരും ക്ഷീണിച്ചു. ഇവിടെ ഭക്ഷണം കൊടുക്കുന്നു. ഏകദേശം അപ്പോൾ നമ്മുടെ ഈ അത്തപ്പൂക്കളം എന്ന് പറയുന്നത് ഏകദേശമായിട്ടുണ്ട്. ഓൾമോസ്റ്റ് ലുക്ക് അതിപ്പോൾ കാണിക്കുന്നില്ല, നമ്മൾ ലാസ്റ്റ് കാണിക്കാം. ഓക്കെ, ഇപ്പോൾ കുറച്ചുകൂടെ കഴിഞ്ഞാൽ തീരും. ഓക്കെ, ഏകദേശം അപ്പോൾ ഏതായാലും നമ്മുടെ പൂക്കളെല്ലാം സെറ്റ് ആയിട്ടുണ്ട്. ഇവിടെ സൈഡ് ക്ലീൻ ചെയ്തിട്ടും കൂടെ കാണിക്കാം. എങ്ങനെയുണ്ട് ഇറ്റപ്പാ നമ്മുടെ അത്തപ്പൂക്കളം? അടിപൊളി. ഇപ്പോൾ അവിടെ ഏതായാലും മറ്റേ സാധനങ്ങളൊക്കെ നടക്കുന്നുണ്ട്. മറ്റേ അത്തപ്പൂക്കളൊക്കെ. നമുക്ക് അടുക്കള ഒന്ന് പോയി നോക്കാം. കാണാവോ? കാണാം. ഓക്കെ, അപ്പോൾ അപ്പച്ചി ഇവിടെ പായസം ഇളക്കിക്കൊണ്ടിരിക്കുന്നു.
കള്ളമ്മയാണ് പായസം വെക്കുന്നത്. ഇത് പച്ചടി, പച്ചടി, കിച്ചടി, ഇത് തോരൻ, ശരി വെച്ചോ. ശരി. ഹേ ഗൈസ്, അപ്പോൾ നമ്മൾ നമ്മുടെ അത്തപ്പൂക്കളം മറ്റേ അത്തപ്പൂക്കളം കാണിക്കാൻ പോവാണ്. ഓക്കെ, 3, 2, 1. ലൈക്ക് ചെയ്തവരൊക്കെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്തവരൊക്കെ ഷെയർ ചെയ്യുക, സബ് ചെയ്തവരൊക്കെ സബ് ചെയ്യുക. ഓക്കെ, 3, 2, 1. ഓക്കെ ഗൈസ്, അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ അത്തപ്പൂക്കളം എന്ന് പറയുന്നത്. ഹേ ഗൈസ്, അപ്പം നമ്മുടെ എല്ലാ പരിപാടികളും കഴിഞ്ഞിട്ടുണ്ട് എന്നൊക്കെ അയ്യോ ഇക്കളെടുക്കുന്നു. ഗൈസ്, നമ്മുടെ അത്തപ്പൂക്കളിടൽ കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ ഓണക്കളികളിലോട്ടാണ് പോകുന്നത്. അയ്യോ, ഓണക്കളികൾ ഗൗരി ചേച്ചി സെറ്റ് ചേച്ചി. അപ്പോൾ ഇപ്പൊ നമ്മളിവിടെ മറ്റേ പാൽപ്പായസം. ഹേ ഗൈസ്, അപ്പം ഇവിടെ മൊത്തം പണിയായിട്ടിരിക്കുകയാണ് ഗൈസ്. കാരണം ഇവിടെ ആരും റെഡി ആയിട്ടില്ല. സമയം 12:30 ഓണക്കളികളൊക്കെ പ്ലാൻ ചെയ്ത് ഇവിടെ ഒരാൾ സുന്ദരിക്ക് പൊട്ട് തൊടൽ വരച്ചോണ്ടിരിക്കുകയാണ്. സുന്ദരി വരച്ചോണ്ടിരിക്കുകയാണ്. ഓക്കെ, ക്യാമറ എടുത്തിട്ടുണ്ട്. ക്യാമറ കൊണ്ട് ആദർശൻ ഒരു ഫോട്ടോ എടുത്ത് കൊടുക്കുക. സുന്ദരനായി പോയി. സുന്ദരന് ഫോട്ടോ പോസിംഗ് ആണ്. ഞാനാണ് ഫോട്ടോ എടുക്കുന്നത്. ഓക്കെ, നമുക്ക് സുന്ദരിക്ക് ടേപ്പ് കുത്താം. ടേപ്പ് താങ്ക്സ്. അപ്പം നമ്മളേതായാലും ഇവിടെയാണ് സുന്ദരിക്ക് പൊട്ടുതൊടൽ നടത്തുന്നത്. ഓക്കെ, അല്ല സുന്ദരന് പൊട്ടുതൊടൽ. ഹേ ഗൈസ്, അപ്പം ഏതായാലും നമ്മൾ ഫാമിലി ഫോട്ടോ എല്ലാം എടുത്തിട്ട് ഓക്കെ അത്തപ്പൂക്കളത്തിൻ്റെ മുമ്പ് വെച്ച് ഫാമിലി ഫോട്ടോയും കാര്യങ്ങളും എല്ലാം എടുത്ത് എല്ലാം കഴിഞ്ഞു. ഇനി അവസാനം നമ്മുടെ കലാപരിപാടികൾ. സുന്ദരന് പൊട്ടുതൊടൽ, നാരങ്ങ സ്പൂൺ, വടംവലിയൊന്നുമില്ല, കുറച്ച് അങ്ങനത്തെ കുറച്ച് കളികളൊക്കെ ഉണ്ട്. കസേര കളി, മിഠായി പറക്കല്. മിഠായി മേടിച്ചില്ല അപ്പച്ചി, മിഠായി മേടിച്ചില്ല ഗൈസ്. നമ്മളിവിടെ അത്തപ്പൂക്കൾ ഇടുന്നതിൻ്റെ ഫോട്ടോ എടുക്കുകയാണ്. ഹേ ഗൈസ്, അപ്പം ഏതായാലും നമ്മൾ പ്ലാൻ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അവിടെ വേറെ ഇവിടെ കുറച്ച് പേര് കൂടെ വരും. അത് കാരണം നമ്മൾ എന്ത് ചെയ്യും, കഴിച്ചിട്ട് ഗെയിംസ് കളിക്കും. അപ്പോൾ നമ്മൾ ഓണായിട്ട് വിളക്കത്ത് ഫുഡ് വിളമ്പാൻ പോവാണ്. മനസാകെ നിലാവ് മലയാള ചുണ്ടിൽ മലരോണ പാട്ട്. അപ്പോൾ നമ്മൾ സദ്യ കൊണ്ട് തുടങ്ങി. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞ് ഇനി കഴിച്ചിട്ട് കാണാം ഗൈസ്. അത് കഴിഞ്ഞ് നമുക്ക് ഓണക്കളികളൊക്കെ ഉണ്ട്. ഹേ ഗൈസ്, അപ്പോൾ ഏതായാലും നമ്മളിനി ഓണ കളികളിലോട്ട് പോകാൻ പോവാണ്. സദ്യ കഴിച്ചു. അപ്പോൾ ഇവിടെ ആൾക്കാരെല്ലാം കൂടിയിട്ടുണ്ട് ഗൈസ്. ഓക്കെ, ഇവനൊക്കെ ഇപ്പം പോന്നാ അല്ലേടാ ആദി ഗൈസ്. അപ്പോൾ ഏതായാലും നമുക്ക് ഓണക്കളികളിലോട്ട് പോവാം. ആദ്യത്തെ കളി സുന്ദരിക്ക് പൊട്ടുതൊടൽ. സുന്ദരന് പൊട്ടുതൊടൽ. ഹേ ഗൈസ്, അപ്പോൾ ഏതായാലും നമ്മളെല്ലാരും ഇവിടെ വന്നിരിപ്പുണ്ട്. നമുക്ക് ഏതായാലും ഓണക്കളികൾ സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ കളിയാണ് സുന്ദരിക്ക് പൊട്ടുതൊടൽ. മൈക്കിന്റെ ചേച്ചി ഇല്ല പൊട്ട് കയ്യിലിരിക്കല്ല. ചക്കി ചേച്ചി പെൻസിൽ എന്ത് അത് കുഴപ്പമില്ല, കറക്കിയാ കറക്ക്. മൂന്നാണ് ഇറക്ക്. വേഗം കറക്കി. രണ്ട് മൂന്ന്. നേരെ പോട്ടെ. നേരെ പൊട്ടണ്ടോ കയ്യില്? നേരെ പോട്ടെ. അതെ, അത് പറ്റി. അതൊക്കെ കൊള്ളാടാ.
അടുത്ത കളി നാരങ്ങ അതി ഇങ്ങനെ വായി ജയിക്കണം. നാരങ്ങ സ്പൂണും ജയിക്കണം നീ കേട്ടോ. തെന്നി പൊക്കോളാം. തെന്നിക്കില്ല. വിസിലടിക്കുമ്പോ നാരങ്ങ വെക്കുക. പ്രജകൾ വേണം. സുഹൃത്തുക്കളെ ഇപ്പൊ കസേരകളിയാണ് നടക്കുന്നത്. അടുത്ത കളി കസേരകളി. യുദ്ധത്തിങ്കൽ രാമൻ നല്ലു കുലത്തിങ്കൽ സീത നല്ലു. യുദ്ധത്തിങ്കൽ രാമൻ നല്ലു കുലത്തിങ്കൽ സീത നല്ലു. ൂണുറക്കമുപേക്ഷിപ്പാൻ ലക്ഷ്മണൻ നല്ലു. പടയ്ക്കു ഭരതൻ നല്ലു പറവാൻ പൈങ്കിളി നല്ലു. ആ പടയ്ക്കു ഭരതൻ നല്ലു പറവാൻ പൈങ്കിളി നല്ലു. പറക്കുന്ന പക്ഷികളിൽ ഗരുഡൻ നല്ലു. ആലായാൽ തറ വേണം, അടുത്തോരമ്പലം വേണം, ആലിനു ചേർന്നൊരു കുളവും വേണം. കണ്ടു പറക്കണ പൂവേ 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 കളറാവട്ടെ. ചിരി 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 ചിരിക്കണ ചുണ്ടേ 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 പവറാവട്ടെ. മുല്ലേ 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 മുടിമേലെ മണ്ണ പരത്തണം. മലയാളക്കരയിളക്കണം. വിളമ്പാനായില നിരത്തണം. ഒരു ജീവ മിനിങ്ങി വാ. ഏത് മൂട് അത്തം മൂട്, ഏത് മൂട് പുക്കള മൂട്, ഏത് മൂട് മുണ്ട് മൂട്, ഏത് മൂട് സാരി മൂട്, ഏത് മൂട് സത്യ മൂട്, ഏത് മൂട് ഏത് മൂട് ഏത് മൂട് ഓണമൂട്, ഏത് മൂട് അത്തം മൂട്, ഏത് മൂട് ഏത് മൂട് സാരി മൂട്, ഏത് മൂട് സത്യ മൂട്, ഏത് മൂട് മൂട്, ഏത് മൂട് പടം മൂട്, ഏത് മൂട് അപ്പൊ നമ്മുടെ ഓണം സെലിബ്രേഷൻ ഒക്കെ തീർന്നിട്ടുണ്ട്. ഇപ്പൊ എല്ലാരും അവിടെ കാപ്പി കുടിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, നമ്മൾ അത്തപ്പൂക്കൾ ഇട്ടു, കുറെ ഗെയിംസ് കളിച്ചു, ചോറുണ്ടു, അങ്ങനെ കുറെ പരിപാടിയൊക്കെ ചെയ്തു. ഓക്കെ, അപ്പൊ നമ്മുടെ ഈ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അപ്പുറത്തെ ബെല്ലൈക്കണും കൂടെ ക്ലിക്ക് ചെയ്യുക. ബൈ 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 ബൈ.